ഞാനും മതിയാവില്ല. അതെ, നമുക്ക് ഓരോരുത്തരോട് ഇപ്പൊ ഓരോരുത്തരുടെ റോൾ മോഡലാക്കാനൊക്കെ പറയില്ലേ നമ്മുടെ ആളുകൾ, ഇന്നാളേക്കൊന്ന് ബിന്ദുച്ചിനാക്കാം ഉറപ്പാണ്. ഇന്ദിര കെയർ, കൃഷ്ണശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു എന്നൊരു പാട്ടുണ്ട് സരിതേ. കൃഷ്ണശിലാപാളികളല്ല, ചിത്രശിലാപാളികൾ എന്നാണ് പാട്ട്. ആ പാട്ടൊന്ന് പാടുമോ പ്ലീസ്? ബിന്ദു ചേച്ചി ആളൊരു പുലി തന്നെ. ഇത്രയും വർഷം മുൻപ് ഇത്രയും ആഴത്തിൽ ചിന്തിച്ച് പണി കഴിപ്പിച്ചൊരു വീട്, അതിമനോഹരം. അച്ഛനെ അമ്മയെ ഇത്ര സ്നേഹത്തോടെ സംരക്ഷിക്കുന്ന ഒരു മരുമകൾ, അല്ല മകൾ. ദൈവം അവർക്ക് ഇതുപോലൊരു മരുമോളെ തന്നെ കൊടുക്കട്ടെ. റബ്ബർ ബാൻഡിന് പോലും പ്രത്യേക സ്ഥലം ഉള്ള സ്ഥലത്ത് ഇതുപോലെയൊക്കെ ചെയ്യാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ചെയ്യാറില്ലെന്ന് മാത്രം. അല്ല, ഇതുപോലെയൊക്കെ ചെയ്യാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ചെയ്യാറില്ല എന്ന് മാത്രം. ഇവിടെ വന്നിട്ട് ചേട്ടൻ എന്നോട് റെഡിയ റബ്ബർ ബാൻഡ് വെക്കാനായിട്ടൊരു ഇത് എന്നോട് ഇവിടെ വെക്കാൻ ഒരു ട്രൈ എങ്കിലും. കാരണം ചില സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അന്വേഷിച്ച് നമുക്ക് നടക്കാൻ ആവശ്യം വരാതെ, പക്ഷെ ചെയ്യാറില്ലെന്ന് മാത്രം. ബിന്ദു ചേച്ചി എന്തുകൊണ്ട് അഭിനന്ദനം അർഹിക്കുന്നു. ഗോഡ് ബ്ലസ് ഓൾ. പാട്ട് അയ്യോ, എനിക്ക് ചുമയുണ്ട്, പാടിയ ശരിയാവുന്ന അറിയില്ല. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. നീയാമേനക നൃത്തം വയ്ക്കും നാൽപ്പാമര കാട്ടിൽ, നീയാമേനക നൃത്തം വയ്ക്കും നാൽപ്പാമര കാട്ടിൽ, ഏതോ പുഷ്പശരം കൊണ്ടിന്നലെ എൻ്റെ മനസ്സിളകി, കാമിനി എൻ്റെ മനസ്സിളകി. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. സൗണ്ട് അടയാ കറണ്ട് പോയി ഇടല്. അടുത്തത് മോളി ആന്റണി. ഞങ്ങളുടെ സഹപാഠിയായ ബിന്ദുവിൻ്റെ വീടും പരിസരവും ആ വീട്ടിലെ അംഗങ്ങളെയും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നി. ആ വീട്ടിൽ പോയ പോലെ ബിന്ദുവിൻ്റെ അടുക്കും ചിട്ടയും സംസാരത്തിനും എന്തൊരഴകാണ്. ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ അജു എൻ്റെ സരിതയ്ക്ക് വളരെ നന്ദിയുണ്ട്. ഗോഡ് ബ്ലസ് യു. ഇതാ ചേച്ചീനെ അടുത്തറിയാവുന്ന ചേച്ചിയുടെ ഫ്രണ്ടാണ് ഇട്ടേക്കണത്. പലരെയും നമ്മളിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ അവർ കാണിക്കുന്ന അതുപോലെ തന്നെ ആവണമെന്നില്ല അവരുടെ ഒറിജിനൽ സ്വഭാവം. കൂടെ കിടക്കുന്നവർക്ക് രാപ്പനെ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ അവരുടെ ഫ്രണ്ട്സിനും അവരുടെ റിലേറ്റീവ്സിനും അവരുടെ ആ വീട്ടിലുള്ളവർക്ക് അറിയുള്ളൂ ഒറിജിനൽ എന്താണെന്ന്. അപ്പോൾ ആ ചേച്ചിയുടെ ബന്ധുക്കളായാലും ഫ്രണ്ട്സ് ആയാലും അതുപോലെ ഇതിൽ നിറച്ച് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും ബിന്ദുവിൻ്റെ ആ കഴിവുകളൊക്കെ ലോകം കണ്ടല്ലോ. അവർക്ക് അത് ആഗ്രഹം ഉണ്ടായിരുന്നു ബിന്ദു ചേച്ചീനെ അങ്ങനെ എല്ലാവരും കാണണം എന്നുള്ളത്. ഉമാദേവി കെയൻ. ബിന്ദുവിനെ കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. ബിന്ദുവിൻ്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇതിനു മുൻപും കമൻ്റ് ഇട്ടിരുന്നു. ആ വീട്ടിൽ ഞാൻ 2 തവണ പോയിട്ടുണ്ട്. ഇടപ്പള്ളിയിലെ വീട്ടിൽ പല തവണ പോയിട്ടുണ്ട്. ബിന്ദുവിൻ്റെ അച്ഛനെ അമ്മയെ അനീറ്റിമാരെ എല്ലാവരും എനിക്ക് നല്ല പരിചയമാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ബിന്ദു അജുവിൻ്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എന്ന്. തിരിച്ചായതിലും സന്തോഷം. ഇത് വേറൊരു ഫ്രണ്ട്. അതുപോലെ എൻജോയ് സഞ്ജു. ഒരുപാട് കഴിവുകളുള്ള ഞങ്ങളുടെ സഹപാഠിയായി ബിന്ദുവിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയ എപ്പിസോഡ് ഗംഭീരമായിരിക്കുന്നു. സരിതയ്ക്കും അജുവിനും നന്ദി. വീണ്ടും കറണ്ട് പോയി. കണ്ടുപോട്ടെ, നീ കറണ്ട് ഇല്ലാത്ത സ്ഥലത്ത് നിന്നിട്ട് നീ ആക്കണല്ലോ, പുറത്തേക്കിരിക്കില്ല. അതെ. അടുത്തത് VVS ക്രിയേറ്റ്. പുറത്തിരിക്കായിരുന്നു, മഴയില്ല. പക്ഷെ നമ്മളിതൊക്കെ വെച്ചൊക്കെ എടുക്കാൻ വരുമ്പോൾ മഴ പെയ്യും. അപ്പോൾ പിന്നെ വീണ്ടും അതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരേണ്ടി വരും. VVS ക്രിയേറ്റീവ് വർക്ക്സ്. ഇതിൽ ബിന്ദു ഓരോന്നും പരിചയപ്പെടുത്തുന്നത് കാണുമ്പോൾ മണിച്ചിത്രത്താഴ് സിനിമയിൽ ശോഭന മുറി കാണിക്കുന്ന പോലെയുണ്ട്.
അങ്ങനെ കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടാ. അതിപ്പോൾ നമ്മുടെ ഏത് കാര്യങ്ങളും നമ്മൾ ആവേശത്തോടെ നമ്മൾ കാണിക്കില്ല, നമ്മൾ ഭയങ്കര താല്പര്യത്തോടെ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ആളുകൾക്ക് കാണുമ്പോൾ അതിനൊരു ഉപമ കൊടുക്കുന്നത് ഈ മടിച്ചിട്ടതായിട്ട് ഇതാണ്. ഇപ്പം ഞാനായാലും സരിതയിലും ആര് പറയൽ കാണിക്കുമ്പോൾ ഒരു ചെറിയൊരു ആവേശം വരും നമുക്ക്. അതന്നെ. രാജലക്ഷ്മി പ്രേമചന്ദ്രൻ, ബിന്ദു വീടും പരിസരവും മണിച്ചിത്രത്താഴിലെ ശോഭന അല്യ ആഭരണം കാണിക്കുന്ന പോലെ തോന്നി, മിടുക്കി. അടുത്തത് സേതു നന്ദൻ, എ ട്രൂലി ഹാർട്ട് ഫെൽറ്റ് ഹോം ടൂർ. Even after 25 years, Bindu Chechi's narration is so detailed and engaging. It shows how deeply connected she is to every corner of the house. The way the home has been maintained with such love and care is truly admirable. I am so proud to say she is my sister. Hats off to the entire family. Saju Aliyan, Vasu, Achachan and beloved Ammuma Marichuboy for their constant support in preserving the soul and charm of this beautiful home. Chechi's passion, vivid memory and warm presentation style make this much more than a house tour. It's an emotional and a nostalgic journey. Thank you Aju's World to capture this into your channel and sharing this. അപ്പോൾ അതാളുടെ ബ്രദർ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെയും ആ സന്തോഷമാണ് ആ വീഡിയോ ഈ മെസ്സേജിൽ കൂടെ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരലും പോലുണ്ട് കേട്ടോ. ഞാൻ അത് ശരിയാക്കി കറണ്ട് പോയിട്ട് വരുമ്പോൾ ഇത് തന്നെ ഓണാവില്ല, നമ്മൾ വീണ്ടും ഓണാക്കണം ലേറ്റ്. ശ്രീരഞ്ജിനി, ബിന്ദുവിൻ്റെ നല്ല വൃത്തിയും വെടുപ്പുള്ള വീട്, അതിനെക്കുറിച്ച് പറയാൻ എന്താവശ്യമാണ്. നല്ല കഴിവുള്ള വീട്ടമ്മ, നല്ല ഒരു മരുമകൾ. സരിതയുടെ വീടും നല്ല വൃത്തിയിലും വെടുപ്പിലും തന്നെയാണ്, പിന്നെന്താ. അത് ശരി തന്നെയാണ്. അപ്പോൾ ആ വീടിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വൃത്തിയാണ്, പക്ഷേ എൻ്റെ അളമാരികളൊന്നും അതുപോലെ വൃത്തിയില്ല. എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പയർഡായി ഞാൻ. അയ്യോ, അളമാരികളൊക്കെ ഇതുപോലെ നല്ല ഇതിൽ വെക്കണം അങ്ങനെ. അല്ല, അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നും, നമുക്ക് തന്നെ തോന്നും അതൊക്കെ കാണുമ്പോൾ അതുപോലെയാണെന്ന്. അലിമോൻ, നല്ല സ്നേഹമുള്ളൊരു ചേച്ചി. അജു ആ പാത്രത്തിൻ്റെ വില സ്വർണ്ണത്തോടും പണത്തോടും താരതമ്യം ചെയ്ത് കണ്ടു. അങ്ങനെ ഇത്രയും വർഷം അവർ ആ പാത്രത്തിൽ പാചകം ചെയ്ത് കഴിച്ചില്ലേ, ഓയിലില്ലാതെ. അങ്ങനെ എത്ര ഹെൽത്തി ഫുഡ് കഴിച്ചില്ലേ. അത് കണക്കൂട്ടിയാൽ ആ പാത്രത്തിന് പുരാണ കഥയിൽ അക്ഷയപാത്രത്തിനേക്കാൾ വിലയുണ്ട്. മാത്രവുമല്ല ആ പാത്രത്തിന് ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ല, ആ ചേച്ചിയെ പോലെ തന്നെ. അതെ, അപ്പം സ്വർണ്ണമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. അല്ല, അത് വെറുതെ ഒരു രസം, അങ്ങനെയൊക്കെ ആലോചിക്കാം നമുക്ക്. സന്ധ്യ ബിജു,